ഹലോ, വെൽക്കം ടു എസ് അക്കാഡമി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിന് ചോദിച്ച ഒരു 5 കണക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്ലോക്കിലെ സമയം 3:15 കാണിക്കുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോൺ എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം 3 മണിയാകുമ്പോൾ എങ്ങനെയാണ്? 3 മണിയാകുമ്പോൾ കറക്റ്റ് 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. അപ്പൊ 3:15 ആകുമ്പോൾ എങ്ങനെയാണ്? മിനിറ്റ് സൂചി എവിടെ വരും? മിനിറ്റ് സൂചി കറക്റ്റ് 3 നേരം വരും. അപ്പോഴേക്കും എന്താവും? മണിക്കൂർ സൂചി ഒരു ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടാവും. ഇതാണ് ചോദിക്കുന്നത്. ഒരു മിനിറ്റില് എത്രയാണ് മണിക്കൂർ സൂചി മാറുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്തൂടെ? 15 മിനിറ്റ് മാറുമ്പോഴേക്കും എത്രയാണെന്ന് കണ്ടുപിടിക്കാലോ. അപ്പൊ 15 മിനിറ്റ് ആകുമ്പോൾ ഒരു മിനിറ്റിൽ മണിക്കൂർ സൂചിക്ക് വരുന്ന വ്യത്യാസം 1/2 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ എത്രയായി? 15 മിനിറ്റ് ആകുമ്പോഴേക്കും മണിക്കൂർ സൂചി ഇവിടെ നിന്ന് എത്ര മാറിയിട്ടുണ്ടാവും? 7.5 ഡിഗ്രി. ആൻസർ എന്ന് പറഞ്ഞാൽ 7.5 ഡിഗ്രിയാണ് ഈ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിൽ 3:15 ആകുമ്പോൾ വരുന്ന വ്യത്യാസം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: 8 മീറ്റർ വശമുള്ള ഒരു ക്യൂബിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന പരമാവധി വലിപ്പമുള്ള ഗോളത്തിന്റെ വ്യാസം എന്ത്? 8 മീറ്റർ വശമുള്ള ഒരു ക്യൂബ് ആവുമ്പോൾ അപ്പൊ ഇതിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗോളത്തിന്റെ വ്യാസം എന്ത് തന്നെ ആയിരിക്കും? ഇതിന്റെ അതേ സൈഡ് തന്നെ ആയിരിക്കും അല്ലെ. നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിന്റെ ഫുള്ള് കവർ ചെയ്ത് വരുന്ന ഇതെന്ന് പറയുന്നത് അതിന്റെ ഡയമീറ്റർ എന്തായിരിക്കും? സെയിം ലെങ്ത് തന്നെ ആയിരിക്കും. അതിന്റെ സൈഡ് എത്രയാണോ അത് തന്നെ. അത് 8 മീറ്റർ തന്നെ ആയിരിക്കും ആ ഗോളത്തിന്റെ പരമാവധി വ്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2014 ഫെബ്രുവരി 28 രാവിലെ 6 മണി മുതൽ മാർച്ച് 3 വൈകിട്ട് 6 മണി വരെ ആകെ എത്ര മണിക്കൂറുണ്ട്? അപ്പൊ ക്വസ്റ്റ്യനില് 2014 ഫെബ്രുവരി 28 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2014 ലീപ് ഇയർ ആണോ എന്ന് നോക്കുക. അപ്പൊ 2014 എന്താണ്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നതല്ലോ. അപ്പൊ ഇതെന്തല്ല ലീപ് ഇയർ അല്ല. അതായത് 28 മാത്രമേ ഉള്ളൂ, 29 ഇല്ല. 28 കഴിഞ്ഞാൽ പിന്നെ എന്താണ്? മാർച്ച് 1, 2, 3 അല്ലെ. അപ്പൊ 1, 2 എന്ന് പറയുന്ന ഫുൾ ഡേ ആണ്. അപ്പൊ 24 മണിക്കൂർ ഇത് രണ്ടിലുണ്ട്. ഇനി എന്താണ്? 28-ാം തീയതി രാവിലെ മുതൽ രാത്രി 12 മണി വരെ എത്ര മണിക്കൂറുണ്ട്? 18. അതുപോലെ തന്നെ 3-ാം തീയതി രാവിലെ 12 മുതൽ വൈകുന്നേരം 6 വരെയും 18. അപ്പൊ മൊത്തം എത്ര വരും? 84 മണിക്കൂറാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 900 മീറ്റർ നീളമുള്ള തുരങ്കം കടന്നത് 44 സെക്കൻഡ് കൊണ്ടാണ് എങ്കിൽ ട്രെയിനിന്റെ വേഗം മണിക്കൂറിൽ എത്ര കിലോമീറ്റർ? ഇവിടെ നോക്കേണ്ടത് 200 മീറ്ററിലാണ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഡിസ്റ്റൻസ് തന്നിട്ടുള്ളത്. സമയം എത്ര? സെക്കൻഡിൽ. പക്ഷെ ചോദിച്ചിരിക്കുന്നത് എത്രയാണ്? നമ്മുടെ സ്പീഡ് കാണേണ്ട ഇതിലാണ് കിലോമീറ്റർ പെർ അവർ. മണിക്കൂറിൽ എത്ര കിലോമീറ്റർ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുക, സാറിന് മീറ്റർ പെർ സെക്കൻഡിൽ തന്നെ കാണാം. അതിനെന്ത് ചെയ്യുക? ട്രെയിനിന്റെ നീളവും തുരങ്കത്തിന്റെ നീളവും കൂടെ കൂട്ടുക. 200 + 900 എന്നിട്ട് എന്ത് ചെയ്യണം? സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 44 അല്ലെ. അപ്പൊ ഇപ്പൊ എന്ത് കിട്ടും? ഇതാണ് നമുക്ക് മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടുന്നത് അല്ലെ. മീറ്റർ പെർ സെക്കൻഡ് അപ്പൊ എന്ത് വരും? 1100/44 അല്ലെ. ഇത് രണ്ടിനെ 11 കൊണ്ട് പോകും 4 അല്ലെ. 25 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. പക്ഷെ ചോദിച്ചത് കിലോമീറ്റർ പെർ അവറിലാണ്. അപ്പൊ എന്ത് ചെയ്യണം? 25-നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ആയി? 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ആയി. അപ്പൊ എന്ത് കിട്ടും? 90 കിലോമീറ്റർ പെർ അവർ. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സെറ്റിയുടെ വില 10,000 രൂപയാണ്. വർഷം തോറും വിലയിൽ 10% വർധനയുണ്ടെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ അതിന്റെ വില എത്ര? അപ്പൊ ഈ ചോദ്യം വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് 10,000 രൂപയിൽ ഓരോ വർഷം കഴിയുമ്പോൾ എന്താണ്? 10% കൂട്ടി പോവുകയാണ്. അതായത് കൂട്ടുപലിശയുടെ അതേ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. അപ്പൊ എന്ത് ചെയ്യാം? കൂട്ടുപലിശയുടെ അതേ ഇക്വേഷൻ യൂസ് ചെയ്യാം. എന്താണ് ഇക്വേഷൻ? P × 1 + R/100 all raised to n. ഇതല്ല ഇക്വേഷൻ. അപ്പൊ ഇതിനകത്ത് P എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്തായിരിക്കും? 10,000. 1 + R എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 10%. 10/100. എത്ര വർഷമാണ്? 3 വർഷം. അപ്പൊ എങ്ങനെ എഴുതാം? × 10,000 × 11ന്റെ ക്യൂബ് 11 × 10. ബാക്കി എന്തുണ്ട്?
11 × 11 121. 121 × 11 എന്ത് വരും? എന്ന് പറയുമ്പോൾ 1331 × 10 അല്ലെ? 10 × 1331. ആൻസർ എന്ത് വരും? 10. 3 വർഷം കഴിയുമ്പോൾ ആ സെറ്റിയുടെ വില എന്ന് പറയുന്നത് 13,310 രൂപയായിരിക്കും. ഓക്കെ. അപ്പൊ ഇന്നത്തെ 5 ക്വസ്റ്റ്യൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത 5 ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.